ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടി? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ആൻഡ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ കൂടാണ്. ഇന്ന് നിച്ചുട്ടിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ നിച്ചൂസ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. താങ്ക് യു നീയാണ് എന്നോട് പറയേണ്ടത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വളതാണ്. ഇന്ന് നിച്ചുട്ടിന്റെ ബർത്ത്ഡേയും കൂടാണ്. പിന്നെന്താ അവിടെ പരിപാടി നിച്ചുട്ടിയെ? വിരുന്നാണ് ഗൈസ്. അപ്പൊ കല്യാണ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ? കല്യാണത്തിന് നിച്ചൂട്ടിന്റെ ഒക്കെ അടിപൊളി ഡ്രസ്സായിരുന്നു. നിച്ചൂട്ടി ഞാൻ കണ്ടില്ല കേട്ടോ, ഒറ്റ ഇതിലും കണ്ടില്ല. ഫുൾ തിരക്കിരുന്നു നിച്ചൂട്ടിക്ക് ഗൈസ്. നമ്മളെ കുഞ്ഞിമാത്ത തന്നിരിക്കുന്നു. കുഞ്ഞിമാത്ത ഇന്ന് എന്താണ് ഇവിടെ പരിപാടി? ഇന്നെന്താണ് തക്കാരം. പക്ഷെ വേറൊരു വാക്കും കൊണ്ടില്ല, വിരുന്നൊന്നും പറയും. വിരുന്ന് എന്താണ്? കൈമലൊക്കെ ഒന്ന് കൈ കാണിച്ചു കൊടുത്താണ്. ഇതെന്താ സംഭവം? ഇത് കല്യാണത്തിന് മൈലാഞ്ചിട്ടതല്ലേ? ഓ സൂപ്പർ. എന്റെ കല്യാണത്തിനൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാവും. നിങ്ങളൊരു 100-150 വയസ്സ് വരെ ജീവിക്കും നിങ്ങള് അടിപൊളിയായിട്ട്. അപ്പൊ ഒന്നും കൂടെ പറയണക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണ് പ്രത്യേകത? തക്കാരം വിരുന്ന്. ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ ഇവിടെ വിരുന്നായിട്ട് ഇവിടെ പന്തലിട്ടുകൊണ്ടിരിക്കട്ടാ. അളിയൻ ടീമാണ് പന്തലിട്ടുകൊണ്ടിരിക്കുന്നത്. അളിയൻ കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാണിച്ചിരിക്കട്ടെ എല്ലാരും. അളിയാ ഇന്നെന്താണ് പരിപാടി എന്ന് പറഞ്ഞു? ഇന്നെന്താണ് പരിപാടി? ഇന്ന് നമ്മളെ അന്തർപ്പാട്ടിന്റെ തക്കാരം. എന്ത് ചോദിച്ചാൽ തക്കാരം. അപ്പൊ ഇവിടെ പന്തൽ ഇവിടെ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. എന്താണ് പന്തലിടാണ് ഗൈസ്. അപ്പൊ ഇഷാൻ ഹായ്. സമാൻ നാടൻ വൈബ് കിട്ടിയിരിക്കുന്നു. സമാൻ ഹായ് കാണിച്ചിട്ട. ഹായ്. നമ്മളെ വെല്ലിമ്മ തിരിക്കണ്ട. വെല്ലിമ്മ ഇവിടെ എന്താണ് പരിപാടി? ഇന്ന് ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ എന്താണ് പരിപാടി? തക്കാരം. ഹായ് കുട്ടൂസ്. ഹായ് സുനിച്ചൂസ്. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് നമ്മളിന്ന് കേക്ക് കുറിക്കണ്ട? വിചാരിക്കാം നമുക്ക് അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി? 10 വയസ്സ് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇനി പുതിയതായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ? പറയൂ. ഇവിടെ അൻസാറട്ടെ ഈ ഭാഗം. അൻസാറിന്റെ കോർഡിനേറ്റർ ആണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെ പന്തലിടണ്ടെന്നൊക്കെ ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ഒരാള് എന്താണ് ഇപ്പൊ തരാം ഗൈസ്. ഞാനിതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇതാണ് അവന്റെ ഡ്രസ് ഗൈസ്. ചൂട് കാരണം ഞാൻ കിടക്കുന്ന ഡ്രസ്സ്, രാത്രി കിടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് ഇത്. കയറ് തീർന്ന സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കി. കയറ് തന്ന് സഹായിച്ച അഭ്യാത്താക്ക് ഒരുപാട് ആശംസകൾ നമ്മൾ ഈ ഒരു നിമിഷം അറിയിക്കുന്നു. പുതിയാപ്പള ഇങ്ങനെ കൊച്ചാണ്ട് പോയിക്കോട്ടെ. പോട്ടെ ഗൈസ്. ഇപ്പൊ നമ്മളെ ഫുഡ് എത്തിയിരിക്കണ്ട. ഇതില് മന്തി ആയിരിക്കും, ഇതിൽ ചിക്കൻ ബിരിയാണി ആയിരിക്കും. അതിലേക്കുള്ള സോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് കാറ്ററിംഗ് സർവീസാണ്. ഇവിടെ ഒരാളത് മൈലാഞ്ചി ഇട്ടിരിക്കുന്നു. നമ്മളെ പൊന്നാനിയുള്ളൊരു കാറ്ററിംഗ് സർവീസ് കേട്ടോ ഫുഡ് കൊടുത്തിട്ടുള്ളത്. അവരിതാ കഷ്ടപ്പെട്ടിട്ടാണ് ഫുഡ് കൊണ്ടുവരുന്നത് അല്ലേ? വണ്ടിയിലൊക്കെ ഇരുത്തിയിട്ടാണ് അവർ ഫുഡ് കൊണ്ടുവരുന്നത് കേട്ടോ ഈ കാക്ക. ഗായ്സ് പരിപാടിക്ക് നമ്മളെ ഷെഹ്സ വന്നിരിക്കുന്നത്. ഷെഹ്സരെ ഹായ് കാണിച്ചോട്ടോ. ഷെഹ്സൊക്കെ ഗായ്സ് പേടിയുണ്ട് കേട്ടോ. ഇതെന്തോ ഒരു പേടിയുണ്ട്. ഇല്ല, ഇവരുടെ ഫുഡ് ഇങ്ങനെ എടുത്തു വെക്കുന്നു. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വ്ളോഗ് എടുത്തോണ്ടിരിക്കട്ടോ. ഷെഹ്സ ഹായ് കാണിച്ചോട്ടാ. ഹായ് കാണിക്കൂ. ഗായ്സ് ഇപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാ. ഇപ്പം ഇവരെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചീർപ്പെട്ടൊന്ന് മാറട്ടെ. മൂത്താപ്പിയും പോയാ സെറ്റായിരിക്കുന്നു. ഗായ്സ് അപ്പൊ പുതിയ ആപ്പിളുടെ ഒരു ഫോട്ടോ എടുത്തിരിക്കട്ടെ കേട്ടാ. അതാണ് ഇപ്പൊ അടുത്ത ഡ്യൂട്ടി. പെട്ടെന്ന് വാ. ഇവിടെ വെയില്. സോ ഇപ്പൊ മൂത്താപ്പാണ് ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തോണ്ടിരിക്കണത്. മൂത്താപ്പ എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തില്? ഇന്നിപ്പോ എന്താണ് പരിപാടി ഇവിടെ? പരിപാടി നമ്മളെ രാവിലെ 3 തക്കാരം. ഓക്കെ, ഇതാണ് തക്കാരം. അപ്പൊ തക്കാരത്തിനുള്ള ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. എന്തോ ഷെബ്രാക്ക് എന്തോ പറയാണ്ടല്ലോ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എങ്ങനെ
മൂത്താപ്പാന്റെ ചൊറുക്ക് നോക്കി ഇതിൽ കൂടെ എന്നാ സ്റ്റൈലായിരിക്കണേ. ആ സ്റ്റൈലായിരിക്കണല്ലേ. എത്ര വയസ്സ്? 50 വയസ്സ്. അല്ല 50 വയസ്സായി പറഞ്ഞാൽ അപ്പൊ എത്ര വയസ്സായി? 10 വയസ്സായിട്ടുള്ളൂ. പറ്റൂല. അല്ല 10 വയസ്സാക്ക. 10 വയസ്സാക്ക. തലമുടിയൊക്കെ ഒന്ന് സെറ്റ്. നമ്മളെ നിങ്ങൾക്ക് മേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും ഫുൾ. അതായത് നമ്മള് 5 സ്ലീവ് ടീഷർട്ട് ട്രൗസറൊക്കെ ഇട്ടിട്ട് നമ്മൾ നിങ്ങളെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ സെറ്റ് അല്ലേ? മൂത്താപ്പ എല്ലാതും സെറ്റ് ആണ്. പണ്ടത്തെ മൂത്താപ്പ അല്ല ഇപ്പൊ ഈ വരുന്ന കേട്ടോ നമ്മളെ മാമനും അമ്മായിയും. മാമ ഒരു കരാട്ടമ്മ ഷർട്ടാ കണ്ടില്ല. ആ ഒരു പ്രൗഡിയിലാണ് മൂപ്പര് നടന്നുകൊണ്ടിരുന്നത്. ഫുൾ അടിപൊളി ഷർട്ടിലൊക്കെ കേട്ടാ. അവിടെ അവിടെ സമാന എന്താണ് പരിപാടി? എന്താണ് സമാന പരിപാടി? എന്താണ് കസാര വെക്കല? ഓ ഫാസ്റ്റ് ആണ് ഗായ്സ്. നിങ്ങളെ ഹോസ്റ്റലിൽ ഇതിന്റെ ഇടയിൽ കൂടെ പോണ്ട്. ഹലോ ഹലോ ഹലോ. ഞങ്ങള് അടിപൊളി ഇട്ടത്. ഇപ്പൊ പെട്ടെന്നൊരു മാറ്റം. ഇട്ടയിലൊരു മാറ്റം. എന്നാ മൂത്താപ്പൻ അഭിപ്രായം? ആ നല്ല ഇതാണ് നല്ല അല്ലേ? ഷയാനും ഷെയ്മിയും എല്ലാരും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഓ അനക്കൊരു കുട്ടിനെ കിട്ടിക്കണല്ലോ. ഇവർക്കൊരു കുട്ടിനെ കിട്ടിയിരിക്കുന്നു. ഇതാ ഓക്കെ. ഹെൽപ്പ് ചെയ്യണ കാണട്ടാ. മറ്റാളുകൾ വിചാരിക്കും ഞാനിന്ന് ഹെൽപ്പ് ചെയ്യണ. അൻസാർ വന്നിരിക്കുന്നു. അൻസാർ ഹൈ 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 സെറ്റ് സെറ്റ്. ഇത് നമ്മളെ അൻസാറിന്റെ മകനാണത്. ഹലോ. നമ്മളിന്ന് 2 വല്യമാരും വന്നിട്ടുണ്ടാ പരിപാടിക്ക്. നിങ്ങൾ കല്യാണത്തിന് വരാൻ പറ്റില്ല രണ്ടാക്കും. ആ ഈ ഭാഗത്ത് എന്തോ ചർച്ച നടക്കുന്നുണ്ട് കേട്ടാ. ഇത് മുറിച്ച് വെക്കണോ വേണ്ടോ എന്നുള്ളതാണ് കാരണന്മാർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ നമുക്കറിയില്ല. സോ ഗൈസ് കൊലറ്റൊക്കെ കയറുന്നത് അവിടെ ഓരോരുത്തർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫാദി ഒരു മാമൻ തന്നെ ഉണ്ട് ഫസ്റ്റ് വന്നത്. ഈ വരുന്നതാണ് അമ്മോഷേട്ടാ. അല്ലല്ല അമ്മോഷൻ. അമ്മോഷനല്ലേ ഷിയാബിന്റെ മുത്താണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും കയ്യൊക്കെ കൊടുക്കുന്നുണ്ട്. സിംഗക്ക നമ്മളീ കൂട്ടത്തിലില്ല. നമ്മളെ വീഡിയോ എടുക്കുക. ഏത് അതാണ് അമ്മോഷൻ. ആ ഉള്ളിൽ കയറിയതാണ് അമ്മോഷൻ. ഗൈസ് അവരവിടെ തന്നെ നിൽക്കട്ടെ. അവരിങ്ങോട്ട് വരുന്നില്ല. അതാ വന്നിരിക്കുന്നു. ഒരു നമ്മൾ വിചാരിച്ചിട്ട് ആളുകൾ അതൊക്കെ വീഡിയോയിലിടറ. നമുക്ക് എങ്ങനെ എത്ര ആൾ വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അതൊക്കെ അങ്ങനെയുള്ളൂ. നമുക്ക് കൂടുതൽ പെണ്ണുങ്ങളുള്ളതില് ബ്ലോഗർ ഹബീബിനൊരു കട. എങ്ങനെ ബ്ലോഗർ ഹബീബിനൊരു കട അത്രക്ക് വേണമായിരുന്നു. എല്ലാരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാദി എന്തോ ബെടായി അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ വെള്ളഷർട്ട് അളിയനാണല്ലേ. അളിയന്റെ മുടിയൊക്കെ ഉണ്ട്. ഫ്രീക്കനാ തോന്നുന്നു കേട്ടോ. പുതിയാപ്പിള ചിരിക്കുന്നുണ്ട്. ചെറിയ സന്തോഷത്തിലുണ്ട്. നമ്മളവിടുത്തെ ആളെ തന്നെയാണ്. പൊളിച്ച് ആൻസർ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പവർ ആവുമല്ലോ. അനൂഫയാണ് വെള്ളച്ച് വരുന്നത്. ഇതാണ് വെല്ലിമട്ടവരെ. വെല്ലിമാണിത്. ഇത് നമ്മളാ ഉമ്മ. ഒരേ ഒരു ഉമ്മ. കല്യാണത്തിനൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ. സായിലാണ് വെള്ളച്ച് വരുന്നത്. ഇത് മന്തി കേട്ടോ. അതിൽ ചിക്കൻ ബിരിയാണിയാണ്. അതിൽ വേറെ എന്തൊക്കെ ഇവിടെയൊക്കെ തിരക്കാണ് ഗൈസ്. ആണല്ലേ മന്തി തിരിക്കുന്നു. സോ മന്തി തട്ടോ. മന്തി ചെറിയ പാത്രം എടുത്തോടത്തൂടെ? ഈ വലിയ പാത്രം അതിനുള്ളിൽ കൊള്ളില്ല. നമ്മൾ മെയിൻ ആൾക്കാരെ ഇറക്കിക്കാണ്. മെയിൻ ആൾക്കാര് മെയിൻ പറയാണ്ട് വരുന്നില്ല. നമ്മളെ 2 ആൾക്കാരട്ടാ. ഉമ്മ എല്ലാം സഹായിക്കണ്ട. ഉമ്മ അടിപൊളിയിൽ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ടാ. പുതിയങ്ങാടി ഇതാണ് ഉമ്മാനെ ഇറക്കിയിട്ടുള്ളത്. ഒന്ന് പെടുന്നല്ലേ ഒന്ന് നമ്മളാണ്. അപ്പൊ ഒന്ന് കാണിച്ചെടുത്തേ. മകൻ കാണിച്ചെടുത്തേ. ഹായ്. ചിക്കൻ ബിരിയാണി മന്തിയായിട്ട് ചെയ്തോണ്ടിരിക്കണത്. ഉമ്മാക്കൊരു സ്പെഷ്യൽ നന്ദി നമ്മൾ ഇതിൽ കൂടെ അറിയിക്കണം. ഗായ്സ് നമ്മളെ വെല്ലിമ്മ ഇവിടെ വന്നിരിക്കണം. വെല്ലിമ്മ എവിടാണ് നിങ്ങളുള്ളത്? ഗായ്സ് ഫുഡ് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഫൈനലി ഫുഡെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടാകും. മന്തി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ പായസമുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പോകട്ടോ.
അല്ലെ മുത്താപ്പ? അതെ അതെ അതെ, എല്ലാ സാധനവും ഉണ്ട്. ഒന്നും പറയല്ലേ, എക്സലന്റ്. ക്ലാസ് വെക്കുന്ന നമ്മളെ ഖത്തറിന്ന് വന്ന വില്ലനാട്ടാ. അല്ലേ, ഖത്തറിന്ന് വന്ന വില്ലനാ ക്ലാസ്. വെറും വില്ലനല്ല, വില്ലാതി വീരൻ അല്ല സാറേ. ഗൈസ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഫാദിന്റെ പ്രത്യേക സ്നേഹാട്ടാ. ലേശം കൂടെ ഇട്ടെടുക്ക്. കാണുന്ന കാഴ്ചയായിട്ട് കാണേണ്ടത്. അവിടെ ഇപ്പാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൽക്കുന്നു, പുതിയ ആപ്പിള നിൽക്കുന്നു. ഇതാണ് പായസം കുടിച്ചോണ്ടിരിക്കുന്ന ടീം കേട്ടാ. എടാ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? ഇതാണ് ഇവിടുത്തെ പുറത്തുവിടുത്തെ ഗുണ്ടകളാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് പായസം കുടിക്കുന്നതിന്റെ ഒറിജിനൽ സ്റ്റൈൽ കേട്ടോ. ഇങ്ങനെയാണ് പായസം കുടിക്കേണ്ടത്, എല്ലാ ഭാഗത്തും ആക്കിയിട്ടില്ലടാ. അതെ അതെ. സോ ഗായ്സ്, പുതിയ അപ്പുറത്തെ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നു. അത് നിങ്ങൾക്ക് ട്രെയിനിങ് ഓക്കെ 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 ഗായ്സ്, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാ. മുത്താപ്പ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? അറിയൂല. ഒന്നും പറയലട്ടാ, അടിപൊളി. മന്തിനെക്കാളും ടേസ്റ്റ് ബിരിയാണി. രണ്ടും ടേസ്റ്റ് നോക്കി, രണ്ടും ടേസ്റ്റ് നോക്കും. അതിന്റെ സ്വഭാവത്തിൽ പെട്ടത്. പൊന്നാക്കാര വെപ്പ് പൊന്നാക്കാര സൂപ്പർ അല്ലേ മൂത്താപ്പ? ഒന്നും പറയല്ല. മൂത്താപ്പിന്റെ വ്ളോഗിന്റെ മെയിൻ ആളല്ലേ മൂത്താപ്പ. അനീഫാക്ക ഫുഡ് എങ്ങനെയുണ്ട് അനീഫാക്ക? സൂപ്പർ. നമ്മളെ 3 ആൾക്കാരൊക്കെ അവിടെ ഇരിക്കാട്ടുണ്ട്. സത്യം പറയാലോ, എനിക്ക് വിശന്നത് കാരണം ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അതിൽ ഇവരൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുമെന്ന് വിചാരിച്ചതാണ്. പുതിയാപ്പള നിൽക്കുന്നു, സൈന നിൽക്കുന്നു, രാധേച്ച ഇരിക്കണം കേട്ടോ അവിടെ. ഞാൻ വീഡിയോ കാണിച്ചതാ. രാധേച്ചേ, മൂത്താപ്പ ഇത് ചിക്കനെ മൊത്തം ഞാൻ എടുത്തുനിന്ന് മുണ്ടണ്ട പറയണ്ട. അതല്ല പിന്നെ എന്റെ പാത്രം കണ്ടില്ല. അൻസാർ ഒന്നും കൂടെ ചോദിക്ക്. എന്താ അൻസാർ കഴിച്ചാ? ഒന്നും വേണ്ട അൻസാർ. അടിപൊളി ഫുഡ് കിട്ടാ. നമുക്ക് കടയിൽ പോകണം. നമ്മള് കഴിച്ചത് നമ്മളാണ്. അൻസാറിന്റെ മജാപ്പ് ഡയലോഗുകളൊക്കെ കിട്ടാ. ഇവിടെ ഇന്നോ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കേട്ട അതെ ഇല്ലേ, കലാസ് ഹോ ഗയാ. രാധേച്ചി പോവാ. ഓക്കെ ബൈ. പോവാണല്ലേ? ബൈ. ഓക്കെ, കാണട്ടാ വീഡിയോ കണ്ടിക്കണ ചെയ്തെങ്കിലും. വീഡിയോ ഏതാ കണ്ടിട്ടുള്ളത്? ടൂർ പോയത്. സെറ്റ്. ഈ വ്ളോഗ് വരുമ്പോ കാണട്ടാ. രണ്ടാൾ ഒരു സ്റ്റേഡിയത്തിൽ നിൽക്കും. ഇനി അവരൊക്കെ പോയിക്കോട്ടെ, എന്നിട്ട് ഇരുന്നാ മതി. അത് അങ്ങനെ പറയാൻ എന്താണ് ബിരിയാണി. അത് മന്തി തിന്നില്ല. മന്തി സൂപ്പർ. അതെ, ബഹുത് അച്ചായന. അടുത്ത അനിഫാക്ക് എന്താ പറയണ്ടല്ലോ? അനിഫാക്ക് സൂപ്പർ മന്തി സൂപ്പർ. ഒന്നും പറയില്ല. ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം. ഫുൾ ടേബിൾ മന്തി മാത്രം. മന്തി ഉള്ളി. മൂത്താപ്പല്ലടിച്ചിക്കണേ. എന്താണ് വ്ളോഗറെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്? അതല്ല മൂത്താപ്പ, എന്താണ് അഭിപ്രായം? വ്ളോഗർ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം പറയും. എന്നെ പറ്റിയിട്ട് നല്ല 2 വാക്ക് പറയും. സോ വിരുന്ന് വന്നവരെല്ലാം പോവട്ടെ. ഊരാൻ കൊടുക്ക. അതെന്തിനാ? മീൻ പിടിക്കാൻ പോവാനെ? മീൻ പിടിക്കേണ്ടി വരും. കാരണം കിട്ടാൻ പണിയാണ്. അപ്പൊ എല്ലാരും പോട്ടെ. അവര് വലിയ അവരൊക്കെ അതങ്ങനെ ഇറങ്ങുന്നു. അതാ പോട്ടെ. അതാണ് പുതിയാപ്പളുടെ അല്ല സോറി പുതിയണീന്റെ പെട്ടത്. അപ്പുറത്തേക്കുള്ള പോക്ക് പറയുന്നുണ്ട്. അതാ പോക്ക് പറഞ്ഞോണ്ടിരിക്കുന്നു. എല്ലാവരോടും സേലത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഇവിടെ തന്നെ അടുത്താണ്. വേറെ പുതിയ കഥ. മൂത്താപ്പാന്റെ കഥകൾ.
നമ്മള് പറയണ്ട ഇപ്പൊ പെൺകുട്ടികളെ കണ്ടു പിടിച്ചോളിന്ന് പറയാം സെറ്റാക്കാം. അതെ എന്താ മൂത്താപ്പ പറഞ്ഞിട്ട് മുന്നിക്ക് ചെല്ലാനല്ലേ. സോ എല്ലാരും പോയിട്ട് ബൈ ബൈ കഥം ഹോഗയാ. വന്നിരിക്കുന്നു മൂത്താപ്പാന്റെ ചങ്കത്തി വന്നിരിക്കുന്നു. അല്ല നിങ്ങൾ എത്ര വർഷത്തെ പരിചയമുണ്ട്? മൂത്താപ്പിങ്ങളൊക്കെ അല്ല പരിചയം ഇവിടുത്തെ വർഷങ്ങൾ മുന്നിൽ പരിചയമുള്ളക്കാരല്ല നിങ്ങൾ. ഇവിടുത്തെ സ്റ്റാർ ഓഫ് ദ തറമ്മലല്ലേ നിങ്ങളൊക്കെ. ആ സ്റ്റാറുകള് ഇടില്ല ഒരു പണ്ടത്തെ പരിചയം ഇപ്പോഴും കാണിച്ചോണ്ടിരിക്കട്ടാ. ഓക്കെ മറക്കൂലല്ലോ. ഓക്കെ സോ ഇപ്പൊ ഫൈനലി ഇതാ നമ്മളെ അൻസാർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുന്നു. അൻസാർ എന്താണ് കിട്ടിയ ഫുഡ് പറയൂ. മന്തി കിട്ടിയ? മന്തി കിട്ടിയിട്ടില്ല. ബോസ് എന്താ പാട്? ഇപ്പൊ എത്രയല്ല പഠിക്കണേ? മൂത്താപ്പന്റെ ചങ്കത്തിക്ക് ഫുഡ് ഇട്ട് കൊടുക്കട്ടാ അല്ലേ? ചങ്കത്തി അല്ല നിങ്ങക്ക് വേറൊന്നും വേണ്ടേ? ഇത് മാത്രം മതിയാ? കോഴി വേണ്ട? ആ വേറെ സാധനം ഉണ്ട് ഇപ്പൊ തരാ. ഈ ഇരിക്കണതാണ് തറമേലെ അല്ല സോറി വലിയറമ്പത്തെ വലിയ ആൾക്കാരാണ് ഇരിക്കണത് മൊത്തം. ഇതോടുകൂടി തീരുന്നതായിരിക്കും. മൂത്താപ്പാണ് ഇവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും കേട്ടോ. കല്യാണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ആരെ കല്യാണം ഷെബ്രാക്കാന്ന് പറഞ്ഞെടുത്താ അങ്ങനെ പറ. അൻസാറിന്റെ അടുത്താരുണ്ടായിരുന്ന നമ്മൾ ആരാ ജാഫറല്ലേ അടിച്ചു വിളിക്കുന്നതായിരിക്കും.